ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ 7 മൊഴികൾ. യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് 4ാമതായി പറഞ്ഞ മൊഴിയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ള ആ ഒരു മൊഴി. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിലും, മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിലും ഈ വചനങ്ങൾ സുവിശേഷകന്മാർ തന്റെ സുവിശേഷ പ്രസംഗത്തിനിടയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം 1-ന്റെ പൂർത്തീകരണമായി നമുക്ക് ഈ 4ാമത്തെ മൊഴിയെ കാണുവാൻ കഴിയും. ഏലി ഏലി ലമ്മാ ശബക്താനി എന്നത് അരമയ യവന ഭാഷയുടെ സമ്മിശ്ര രൂപമാണ്. പൂർണ്ണമായും യേശുക്രിസ്തു മനുഷ്യനായി ദൈവവുമായി ഉള്ള ആ 2 ഭാവങ്ങളും ക്രൂശിൽ വെളിപ്പെടുത്തുന്നതാണ് ഈ മൊഴി. അതിൽ പ്രധാനപ്പെട്ടതാണ് പൂർണ്ണമായ മനുഷ്യന്റെ ഭാവം. തള്ളപ്പെടലിന്റെയും സഹനത്തിന്റെയും താഴ്വരകളിൽ ഏതൊരു മനുഷ്യനും താൻ ദൈവത്താൽ കൈവിടപ്പെട്ടുവോ എന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യമാണ് ഇവിടെ യേശുക്രിസ്തുവും ചോദിക്കുന്നത്. യേശുക്രിസ്തു അത്തരം ഒരു മനുഷ്യനായി മാറുകയാണ്, രക്ഷകനായ യേശു. ഈ മൊഴി ഒരു പ്രാർത്ഥനയുടെ മൊഴിയായിട്ട് നമുക്ക് കണക്കാക്കുവാൻ കഴിയും. ഈ 4ാമത്തെ മൊഴിയിൽ മാത്രമാണ് യേശുക്രിസ്തു ദൈവമേ എന്ന് നിലവിളിക്കുന്നത്. പൂർണ്ണമായ യേശു ഒരു യാഗമൃഗം എന്ന നിലയിൽ ദൈവത്തിന്റെ ബലിപീഠത്തിന്റെ മുന്നിലാണ് കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരോടെങ്കിലും ഉള്ള ഒരു വ്യക്തിബന്ധം വിച്ഛേദിക്കുക, ഉപേക്ഷിക്കുക, കൈവിടുക എന്നീ അർത്ഥങ്ങൾ ഈ പദത്തിലൂടെ, ഈ വാക്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കുവാൻ കഴിയും. സാധാരണ രീതിയിൽ ഒരു മാനുഷികമായ ചിന്തയാണ് വേദനകൾ വരുമ്പോൾ ദൈവം കൈവിട്ടുവോ എന്ന ചിന്ത. എന്നാൽ ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും കൈവിട്ടിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ വേദനയുടെ പാരമ്യതയിലാണ് കൈവിട്ടതെന്ത് എന്ന ഒരു ചോദ്യം ഇവിടെ ഉയരുന്നത്. എന്തുകൊണ്ടായിരിക്കും യേശു ഇങ്ങനെ ക്രൂശിൽ കിടന്ന് നിലവിളിച്ചത്? അപ്രകാരമുള്ള 2 ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇന്ന് ധ്യാനത്തിനായിട്ട് വെക്കുന്നത്. ഒന്നാമതായി, ലോകത്തിന്റെ പാപം തന്റെ മേൽ എടുത്തതുകൊണ്ട് ദൈവം തന്റെ മുഖത്തെ മനുഷ്യർക്ക് മറയ്ക്കുന്നത് മനുഷ്യന്റെ പാപങ്ങൾ നിമിത്തമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ പാപങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. സർവ്വലോകത്തിന്റെയും അകൃത്യഭാരം യേശു തന്റെ മേൽ തന്നെ ഏറ്റെടുത്തപ്പോൾ ദൈവം തന്റെ മുഖം മറച്ചു കളഞ്ഞുവോ എന്ന് യേശുവിന് തോന്നിയതാവണം. മനുഷ്യന്റെ പാപയാഗമായി കുഞ്ഞാട് അർപ്പിക്കപ്പെടണമെന്നും സകല ഇസ്രായേലിന്റെയും പാപം വഹിച്ചുകൊണ്ട് കുഞ്ഞാട് മരുഭൂമിയിലേക്ക് പോകണമെന്നും ലേവ്യ പുസ്തകം 16-ാം അധ്യായം അനുശാസിക്കുന്നു. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട പരമയാഗത്തോടുള്ള പ്രതികരണമായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗങ്ങളാക്കി സമർപ്പിക്കുവാൻ ദൈവവചനം നിർദ്ദേശിക്കുന്നു. രണ്ടാമതായി, ഉടമ്പടിയുടെ മുദ്ര ഉണ്ടാക്കുന്നതിൽ യേശു പിതാവിനാൽ കൈവിടപ്പെടുന്നത് ഉടമ്പടിയുടെ മുദ്ര ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു. യഹൂദർ അല്ലാത്തവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ വ്യക്തമാക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവർ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യർ,
പ്രത്യാശയില്ലാത്തവർ, ലോകത്തിൽ ദൈവം ഇല്ലാത്തവരായി ജീവിച്ചവർ, ഇവരെയെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരാക്കി തീർത്ത നടപടിയാണ് ക്രൂശിൽ ഉണ്ടായത്. രണ്ടു തരത്തിലുള്ള സംയോജനമാണ് കുരിശിൽ സംഭവിച്ചത്. ഒന്ന്, അഗ്രചർമ്മക്കാർ എന്ന് പരിച്ഛേദനക്കാരാൽ അപഹസിക്കപ്പെട്ടുന്നവർ ക്രൂശിലെ രക്തത്താൽ ദൈവത്തിന്റെ ജനമായി മാറി. രണ്ടാമതായി, പാപത്താൽ ദൂരസ്ഥരായിരുന്നവർ ക്രിസ്തുവിന്റെ സമീപസ്ഥരായി മാറി. ഈ മൊഴിയിൽ നിന്നുള്ള സന്ദേശം ഇതാണ്: പാപം ചെയ്ത മനുഷ്യവർഗത്തെ ദൈവത്തോടും യഹൂദ വിജാതീയ വിഭജനത്താൽ അകന്നിരുന്നവരെ തമ്മിൽ യോജിപ്പിക്കുന്ന ഉടമ്പടിയാണ് ക്രൂശിലൂടെ ഉണ്ടായത്. അതിലൂടെ ഞാൻ പറയാം, പാപം ചെയ്ത് മനുഷ്യവർഗത്തെ ദൈവത്തോടും യഹൂദ വിജാതി വിഭജനത്താൽ അകന്നിരുന്നവരെ തമ്മിലും യോജിപ്പിക്കുന്ന ഉടമ്പടിയാണ് ക്രൂശിലൂടെ ഉണ്ടായത്. ഈ തിരുവചനങ്ങളാൽ നമ്മെ ദൈവം ഏറ്റവും അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹൃദയത്തെ ഉണർത്തും മൊഴികൾ, ഇരുളകറ്റിടും വചനം, ക്രൂശിലെ